ഹായ് സ്റ്റുഡൻസ്. സോ നമ്മുടെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തൊരു യൂണിറ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിറ്റിന്റെ പേര് ട്രയൽ ബാലൻസ്. ഓക്കെ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. ഓക്കെ, സോ ഒന്നിക്ക് നമുക്ക് നേരെ ഡയറക്റ്റ് ചാപ്റ്ററിലോട്ട് തന്നെ പോകാം. ഓക്കെ, ശ്രദ്ധിക്കും. എന്താ ട്രയൽ ബാലൻസ്? ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കേണ്ടതാണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. The second one, prepare explanation objectives of preparation of trial balance. ട്രയൽ ബാലൻസ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, എന്തിനാണ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത്. തേർഡ് വൺ, പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ആസ് പെർ ഫോർമാറ്റ് പ്രകാരം എങ്ങനെയാണ് ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ ഐഡന്റിഫൈ ദ നീഡ് ഓഫ് ഫോർ എ സസ്പെൻസ് അക്കൗണ്ട് ഇൻ കേസ് ഓഫ് ട്രയൽ ബാലൻസ് ഡസ് നോട്ട് ടാലി. ചിലപ്പോൾ എന്ത് ചെയ്യുന്നവരോ ട്രയൽ ബാലൻസ് ടാലി ആവില്ല. ആ സമയത്ത് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ സസ്പെൻസ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഫർ ദ പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ടാലി. എന്തൊക്കെയാണ് ട്രയൽ ബാലൻസിൽ എറർ വരാനുള്ള ചാൻസസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ എന്ത് ചെയ്യാം. ഫസ്റ്റ്, മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്തിനാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെ. ട്രയൽ ബാലൻസ് മേ ബി ഡിഫൈൻഡ് ആസ് a statement which contain balances of all the ledger account on particular date. ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഇല്ല. ഓക്കെ, എന്താ ട്രയൽ ബാലൻസ് ആണ്? ബാലൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ട്രയൽ ബാലൻസ് മേ ബി ഡിഫൈൻഡ് ആസ് സ്റ്റേറ്റ്മെന്റ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വിച്ച് കണ്ടെയ്ൻ, അതിലെന്താ ഉള്ളത്? ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജേഴ്സ് അക്കൗണ്ട്സ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഓരോ ലെഡ്ജറും നമ്മൾ ബാലൻസ്. സോ നമ്മൾ ആ ബാലൻസ് ചെയ്ത ലെഡ്ജർ ഓരോന്നും ആ ബാലൻസസിന്റെ ഒരു സമ്മറിയാണ് ട്രയൽ ബാലൻസ്. ആ ബാലൻസസിന്റെ ഒരു സമ്മറിയാണ് എന്ത് ട്രയൽ ബാലൻസ്. ഓക്കെ, ഇനി അതാണ് പറയുന്നത്. എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ വഴി പറയും. എന്തിനാണ് അതിന്റെ ഒബ്ജക്റ്റീവ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയതിന്റെ എന്താണ് നമുക്ക് അതുകൊണ്ടുള്ളത്? ഫസ്റ്റ്, check the arithmetical accuracy. എന്താ അരിത്തമെറ്റിക്കൽ അക്യൂറസി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അരിത്തമെറ്റിക്കൽ അക്യൂറസി എന്ന് പറഞ്ഞാൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതിയപ്പെടാൻ ചിലപ്പോൾ നമുക്ക് എറേഴ്സ് വരാണ്. ഇപ്പോൾ 7000 എന്നുള്ളത് ചിലപ്പോൾ 700 എഴുതിയിട്ടുണ്ടാവും. സോ അങ്ങനത്തെ എറേഴ്സ് വരാൻ എവിടെ ചാൻസ് ഉണ്ട്? നമ്മുടെ ഈ അക്കൗണ്ടിങ് കാൽക്കുലേഷൻസ് ചെയ്യുന്ന ചാൻസ് ഉണ്ട്. സോ അതിൽ എത്രത്തോളം അങ്ങനത്തെ അതിന്റെ എത്രത്തോളം പ്രോബ്ലംസ് എറേഴ്സ് വന്നു. അതാണ് അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്കൽ അക്യൂറസി ചെക്ക് ചെയ്യുക. ഓക്കെ, അരിത്തമെറ്റിക്കൽ ഓക്കെ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടോ, അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൈ കാൽക്കുലേറ്റിംഗ് ലെഡ്ജർ ബാലൻസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടൊക്കെ നമ്മൾ മനുഷ്യന്മാരല്ലടാ, മിനിമം എറേഴ്സ്. ആ എറേഴ്സ് ഒക്കെ നമുക്ക് എവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത എന്നതിന്റെ മലയാളം എന്താണ്? കൃത്യത. അതായത് എത്രത്തോളം നമ്മൾ ചെയ്ത അക്കൗണ്ട്സ് കൃത്യമാണെന്ന് എവിടെ മനസ്സിലാക്കാൻ പറ്റും? ട്രയൽ ബാലൻസ് നോക്കുക. രണ്ടാമത്തെ, ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെയിനായിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അറിയാം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയാൻ. രണ്ടാമത്താണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ പൊസിഷൻ അറിയാം. അതായത് കമ്പനിക്ക് എത്ര വെൽത്ത് ഉണ്ട്, കമ്പനിക്ക് എത്ര പൈസ ഉണ്ട്, കമ്പനിയുടെ എത്ര അസറ്റ് ഉണ്ട്, കമ്പനി എത്ര പൈസ ആൾക്കാർക്ക് കൊടുക്കാണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ്. സോ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. ഈ ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ലൊക്കേറ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് ഹെൽപ്പ് ചെയ്യും? ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യും.
ആൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ എറേഴ്സ്. എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുക. അവിടെ ഇത് ഹെൽപ്പ് ഇൻ കമ്പാരിസൺ. അതിന് തന്നെ നമുക്ക് നോക്കണം, കമ്പയർ ചെയ്യാൻ ലെഡ്ജർ ബാലൻസസ് പല പല ഇപ്പൊ കഴിഞ്ഞ വർഷത്തേക്കൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല പല ലെഡ്ജറുമായിട്ട് കമ്പയർ ചെയ്യാനും നമുക്ക് അങ്ങനെ പറ്റുമ്പോൾ ഡിഫറെൻറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പാരിസൺ ലെഡ്ജറുകൾ കഴിഞ്ഞ വർഷമായിട്ട് തമ്മിൽ എല്ലാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ട്രയൽ ബാലൻസ്, ഈ വർഷം ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സമ്മറിയാണ്. ഓക്കെ, നമ്മൾ എന്താണെന്നുള്ളത് വഴിയെ പഠിക്കും. ട്രയൽ ബാലൻസ് ഉണ്ട്, ഒരു കമ്പനിയുടെ എല്ലാ ഡാറ്റകൾക്കുള്ള ഇതിലൊരു സമ്മറിയാണ് ട്രയൽ ബാലൻസ്. സിമ്പിൾ അങ്ങനെ ഹെൽപ്പ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്. ചിലപ്പോൾ നമുക്ക് എററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫൈനാൻഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, റീഡിങ്, ക്ലോസിംഗ് സ്റ്റോക്കും, കുറേ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് നോക്കണം. അതുപോലെ ചിലതിലൊക്കെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തേണ്ടി വരും. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, അതായത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഒന്നുകൂടെ ബെറ്റർ പെർഫോമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പല അഡ്ജസ്റ്റ്മെന്റ് നടത്തുക. ആ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? ട്രയൽ ബാലൻസ്. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്. പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ഡിസ്കസ് എലിജിബിലിറ്റി. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പല പല ഇതിന്റെ ബാലൻസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. നമ്മൾ സാധാരണ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രിപ്പയർ ചെയ്യാം. സാധാരണ നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഓരോ ട്രയൽ ബാലൻസ് ചിലപ്പോൾ ആണെങ്കിൽ മന്തിൽ എടുക്കാം, ഓരോ മാസം ഇടുക ട്രയൽ ബാലൻസ്. ഓക്കെ, ട്രയൽ ബാലൻസിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് ഈ ട്രയൽ ബാലൻസ് ഉണ്ടാവുക? ട്രയൽ ബാലൻസ് സപ്പോസ് ABC കമ്പനിയൊക്കെ ABC ലിമിറ്റഡ് എന്ന് നമുക്ക് കൊടുക്കും. ട്രയൽ ബാലൻസ് ഓഫ് ആരാണ് ആരുടെ നെയിം വെച്ചാൽ കമ്പനിയുടെ നെയിം ഉണ്ടാവില്ല. ആസെറ്റ് എന്താ ക്ലോസിംഗ് ഡേറ്റ് അടക്കുന്നത് 31 മാർച്ച് 2025 ആണെങ്കിൽ 31 മാർച്ച് 22 എന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രിപ്പയർ ചെയ്യുന്നത് ഡേറ്റ് ആണ് ആസെറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിതിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ നെയിം ഓഫ് ദി അക്കൗണ്ട്. നെയിം എന്ന് പറയുന്നത് ഓരോരോ ലെഡ്ജറിന്, ഞാൻ പറഞ്ഞത് ഒരു ലെഡ്ജറിന്റെ സമ്മറിയാണ് ആക്ച്വലി എന്ത് നമ്മുടെ ട്രയൽ ബാലൻസ്. അപ്പോൾ നെയിം ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ലെഡ്ജർ ആണോ ആ ലെഡ്ജർ. പിന്നെ LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ. പിന്നെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ചില അക്കൗണ്ടിങ്ങിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ചിലതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ വരും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ രണ്ടാമത്തെ ക്രെഡിറ്റ് ബാലൻസ്. എപ്പോഴൊക്കെ ഡെബിറ്റ് ബാലൻസ് വരിക? എക്സ്പെൻസ് അസറ്റ് എപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ്. ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ ആൾവേസ് ക്രെഡിറ്റ് ബാലൻസ്. സ്റ്റെപ്പ് ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ്. എന്താ ട്രയൽ ബാലൻസ്? ascertain the balance of account likewise of all ledger. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ, നമ്മൾ ഇതിനു മുമ്പ് ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാ ലെഡ്ജറിന്റെയും എന്ത് ബാലൻസ് ചെയ്യാം? അക്കൗണ്ട്. ഇപ്പോൾ ഒരു മാസം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ മാസാവസാനമുള്ള ആ ലെഡ്ജറിന്റെ ബാലൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ് ദ നെയിം ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ കോളം. റൈറ്റ് ബാലൻസ് ഇതിലുള്ള ഇത് കണ്ടടാ, നെയിം ഓഫ് അക്കൗണ്ട് അവിടെ എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും കൊടുക്കുക. റൈറ്റ് അഗെയിൻസ്റ്റ് ദ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ്. ഓരോന്നിൻ്റെയും ബാലൻസസ് ചെയ്താൽ ആഡ് ഡെബിറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും ഇപ്പം നമ്മൾ നോക്കണം, ക്യാഷ് വിചാരിക്കും, ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു ലെഡ്ജർ ആണല്ലോ. ക്യാഷിൽ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ്. ഇപ്പോൾ 10,000 ആണ് ബാലൻസ്. ബാലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ ലാസ്റ്റ് എത്ര കയ്യിലുള്ളത് അതാണ് ബാലൻസ് എന്ന് പറയുന്നത്. ആ ബാലൻസ് നമ്മളിങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും എഴുതിയിട്ട് മൈനസ് ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടില്ല, നമ്മൾ ചെയ്തില്ല. അപ്പൊ ആ ബാലൻസ് എമൗണ്ട് അവിടെ. അങ്ങനെ നമ്മൾ നോക്കണം, ഇവിടെ കുറെ ക്രെഡിറ്റ് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു 7,000 അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു 3,000. എന്നിട്ട് എന്ത് ചെയ്യാം? ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ആഡ് ദ ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, രണ്ട് സൈഡ് എന്ത് ചെയ്യാം? ഈ ടാലിയിൽ എഴുതിയിലെല്ലാം കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ബാലൻസ് മെത്തേഡ്. നമുക്ക് 3 മെത്തേഡ്സ് ആണ് എന്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ ചെയ്യുക. ഫസ്റ്റ് ഒന്നാണ് ബാലൻസ് മെത്തേഡ്.
In balance method, the balance of each account is extracted and written against the account ഈ debit the balance in the debit side and credit in the credit side. നമ്മൾ നോക്കണം എല്ലാ അക്കൗണ്ടും എടുക്കും, എല്ലാ ലെഡ്ജർ അക്കൗണ്ടും എടുക്കും, എന്നിട്ട് എല്ലാ ലെഡ്ജർ അക്കൗണ്ടിന്റെയും ബാലൻസുകൾ എടുക്കും. ബാലൻസ് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെ ചെയ്യാം. ഓക്കെ, അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് ടോട്ടൽ മെത്തേഡ്. ടോട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? In this method, total of both sides, every account in the ledger written against its name, the perceived account without balancing the debit side current balance. ഇവിടെ ഈ ടോട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത് വേറൊരു മെത്തേഡ്. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യില്ല. സപ്പോസ് ലെഡ്ജർ എങ്ങനെ നോക്കിയത് രണ്ടാമത്തെ മെത്തേഡ്. ഫസ്റ്റത്തെ മെത്തേഡ് മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യും, എന്നിട്ട് എത്രയാണോ ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ ഇവിടെ ട്രയൽ ബാലൻസ് കൊടുക്കും. ഇനി ടോട്ടൽ മെത്തേഡിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഒരു അക്കൗണ്ട് എടുത്ത് ചെയ്യാം. ഒരു ക്യാഷ് അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചു. ഏതൊരു കമ്പനിയുടെ ക്യാഷ് അക്കൗണ്ടിൽ വരുന്നത് ഒരു ഇങ്ങനെ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 20,000, ഇവിടെ ഒരു പർച്ചേസ് 5,000, പിന്നെ ഇവിടെ പിന്നെ ഒരു കമ്മീഷൻ 7,000, ഇവിടെ ഒരു എന്താ പറയാ സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടൊരു 5,000. ഇങ്ങനെയാണ് നമ്മുടെ ക്യാഷ് അക്കൗണ്ട് വരുന്നത്. നമ്മുടെ ഇയർ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ഇവിടെ എത്ര വരുന്നു? 27,000 വരും. ഇവിടെ 27,000 വരണം. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ വരുന്നു, കാരണം ബാക്കിയുള്ള അടുത്ത വർഷത്തിലോട്ട് വരും. അപ്പോൾ നമ്മൾ അതിൽ ഈ 27,000 ഈ 5,500 കുറക്കും. അപ്പം എന്ത് വരും? 5,000 കുറച്ച് 22, അപ്പോൾ 21,500 വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വർഷത്തിലോട്ട് ബാലൻസ് ബ്രോഡൗൺ ചെയ്യും. ബാലൻസ് ബ്രോഡൗൺ എത്രയാണത്? 21,500. സോ നോക്കിക്കോ. അപ്പോൾ നോക്കിയേ, ഇങ്ങനെയായിരിക്കും നമ്മുടെ കാലണ്ടർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാലൻസിങ് മെത്തേഡിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ ബാലൻസ് എമൗണ്ട്. ഈ ബാലൻസ് എമൗണ്ട് മാത്രമാണ് ഇവിടെ എഴുതുക. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതും? എങ്ങനെ എന്താ എഴുതുക? ക്യാഷ് അക്കൗണ്ട് അല്ല, ഇതിലെന്ത് ബാലൻസാ? നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാലൻസ് പറഞ്ഞാൽ എവിടെ കൂടുതലുള്ളത്? ഏത് സൈഡാണ് കൂടുതൽ? ഡെബിറ്റ് സൈഡ് അല്ലേ? ഈ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ചെയ്യാം, കാരണം അത് അവിടെ കുറവാണ്, അതായത് മറ്റു കൊടുത്തേണ്ട. ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടുതലല്ലടാ. അപ്പൊ നമ്മൾ ആ ഡെബിറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ശരിക്കും ഡെബിറ്റ് ബാലൻസ് 21. ഇതാണ് ഫസ്റ്റ് മെത്തേഡിലേക്ക് ബാലൻസ്. ഇനി ടോട്ടൽ മെത്തേഡിലേക്ക് എഴുതും. ടോട്ടൽ മെത്തേഡിൽ നമ്മൾ ലെഡ്ജറിന്റെ പേര് എഴുതും. ഇവിടെ എല്ലാം കൂടെ നമ്മൾ ഇതിന്റെ ഡെബിറ്റ് സൈഡ് കൂട്ടും. ഡെബിറ്റ് സൈഡ് രണ്ടും കൂട്ടിട്ട് എത്ര കിട്ടും? 27,000. അപ്പോൾ ആ 27,000 നമ്മളിവിടെ എഴുതും. നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന അറിയോ? രണ്ടാമത്തെ മെത്തേഡിൽ ക്രെഡിറ്റ് സൈഡ് കൂടി എത്ര? 5,500. അപ്പോൾ ക്രെഡിറ്റ് നമ്മൾ എഴുതും. ഇതിനാണ്ടോ? അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലെഡ്ജറിനും ഇതേപോലെ എഴുതും. അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് എന്ത് പറയും? നമ്മളതിനെന്താ പറയുന്നത്? ടോട്ടൽ മെത്തേഡ് പറയുന്നത് ടോട്ടൽ മെത്തേഡ്. മനസ്സിലായോ? അതായത് ഡെബിറ്റ് സൈഡും ഓരോ ലെഡ്ജറിന്റെയും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരും. ഓക്കെ, ബാലൻസ് ടോട്ടൽ മെത്തേഡ്. ദ ട്രയൽ ബാലൻസ് ഇസ് prepared by combining the first and the second method. ഇനി ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തേർഡ് മെത്തേഡ് ബാലൻസ് ടോട്ടൽ മെത്തേഡ് എന്ന് പറയും. ബാലൻസും ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ടോട്ടൽ എടുക്കും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് കാര്യം ചെയ്യുന്നത്. ബാലൻസ് ടോട്ടൽ. അത്രയും കാര്യങ്ങൾ മനസ്സിലായി. However, in practice, the trial balance is prepared with the debit and credit balance of various accounts. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നത് ബാലൻസ് യൂസ് ചെയ്യും. ഓക്കെ, നോർമലി ബാലൻസ് യൂസ് ചെയ്യും. നോർമലി ഏതാ യൂസ് ചെയ്യുന്നത്? ബാലൻസ്. ഇല്ലുസ്ട്രേഷൻ 1 വന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ലെഡ്ജർ ഓഫ് ദ ട്രേഡേഴ്സ് ക്ലോസ്ഡ് ആൻഡ് 31st January 2014 ക്ലോസ് ചെയ്തു. ഇപ്പോൾ എന്താ ട്രയൽ ബാലൻസ്? നമുക്ക് ഇവരുടെ എന്ത് ചെയ്യണം? കുറെ ലെഡ്ജേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? അപ്പോൾ കുറേ ഉണ്ട്, ലെങ്തി ആണ്, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് അതിന്റെ ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് നോക്കാൻ പോകും. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പറയണം? ഓരോ ലെഡ്ജർ അക്കൗണ്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ട്രയൽ ബാലൻസിലോട്ട് നമുക്ക് ഓരോ അക്കൗണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആദ്യം ഇവിടെ കുറേ ലെഡ്ജേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെഡ്ജേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മാത്രം എന്ത് ചെയ്യാം, ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്കപ്പോൾ ലെഡ്ജർ ഫസ്റ്റ് ഇവിടെ നോക്കട്ടെ, ക്യാപിറ്റൽ ഇതൊക്കെ തന്നിട്ടുണ്ട് ലെഡ്ജർ. നമ്മൾ ലെഡ്ജർ വരെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആൾറെഡി എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. സോ നോക്കട്ടെ, ക്യാപിറ്റൽ അക്കൗണ്ടിന് ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. നമ്മുടെ ബാലൻസ് ക്യാരിഡ് ഓൺ നമ്മുടെ ഡെബിറ്റ് സൈഡ്. നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണുണ്ട്. കാരണം ക്രെഡിറ്റ് ബാലൻസ് പറയുന്നത് 1 ലക്ഷം. പക്ഷെ നമ്മളത് ബാലൻസിങ് ഏത് സൈഡിലായിരിക്കും? കാരണം കൂടുതലുള്ള ക്രെഡിറ്റ് ഇല്ല. സോ നമ്മളത് ബാലൻസിങ് എവിടെ ആയിരിക്കും? ഡെബിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് അക്കൗണ്ടിൽ നോക്കിയേ, ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലുള്ളത്. നമ്മൾ ബാലൻസ് ചെയ്യുന്ന ഏത് സൈഡിലാണ്? നമ്മൾ എവിടെയാണ്? ഡെബിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ. കാരണം ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലുള്ളത്. ക്രെഡിറ്റ് സൈഡ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലും, ഡെബിറ്റ് സൈഡ് കൂടുതലുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ. പർച്ചേസ് അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന എത്രയായിരിക്കും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ. പക്ഷെ ഇവിടെ നോക്കണം, ഇവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഇത് കണ്ടോ, ഇത് മേ ബി റിട്ടേൺ ആയിരിക്കും. മനസ്സിലായി? പർച്ചേസ് റിട്ടേൺ ആയിരിക്കും. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. കാരണം ഇതിന്റെ ലെഡ്ജർ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ഇനി അടുത്തതാണ് ജസ്റ്റ് വിക്രം അക്കൗണ്ട് ഉണ്ട്. വിക്രത്തിൽ നോക്കണം, നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് സൈഡാണ്. സോ ഇതൊരു ഡെബിറ്റ് സൈഡാണ്. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ഡെപ്റ്റർ ആയിരിക്കും. ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ കടത്തിന് മേടിച്ച ഒരാളായിരിക്കും. അടുത്തതാണ് എന്ത്, പ്രയാണ എന്ന് പറഞ്ഞ വേറൊരു അക്കൗണ്ട്. അത് നോക്കണം, ഇവിടെ ക്രെഡിറ്റ് അക്കൗണ്ട് ഉള്ളത്, അതായത് നമ്മളെ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കടത്തിനുള്ളതാണ്. അതിലും നോക്കട്ടെ, ബാലൻസ് 40,000. ഓക്കെ. ഇനി എന്താണ് റെന്റ് റിസീവ്ഡ് എന്നിങ്ങനെ തന്നെയാണ്. നമുക്ക് എന്താ പറയുക, റെന്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകത്തിന് എന്തായിരിക്കും? ക്രെഡിറ്റ് അക്കൗണ്ട് ആയിരിക്കും. സോ അതുപോലെ തന്നെ ബാലൻസ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്തിരിക്കുന്ന ഏത് സൈഡാണ്? ഡെബിറ്റ് സൈഡാണ്. ഓക്കെ. പിന്നെ നോക്കി അടുത്തത് ഒന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് ഒക്കെ ഒബ്വിയസ്ലി എപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. വെൻ വി ആർ നോട്ട് ഓവർഡ്രാഫ്റ്റ് ഇല്ലാത്ത സമയത്ത് എന്തായിരിക്കും? നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതർ ടൈമിൽ ബാങ്ക് അല്ലാത്ത സമയത്തൊക്കെ ഓവർഡ്രാഫ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ. യെസ്. അപ്പോൾ നോക്കട്ടെ, ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്തതിന് ഏത് സൈഡായിരിക്കും? ക്രെഡിറ്റ് സൈഡായിരിക്കും. ഓട്ടോമാറ്റിക്കലി ഈ ബാലൻസ് ചെയ്തത് എവിടെ കൂടുതലാണ്? ഡെബിറ്റ് അത്രയും കൂടുതലാണ് കമ്പയർ ടു ക്രെഡിറ്റ്. അതുപോലെ തന്നെ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താ? ഇവിടെ ബാലൻസ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ കമ്മീഷൻ എന്താ പറയുക, ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ എവിടെ കൂടുതലുള്ളത്? ഡെബിറ്റ് സൈഡിലാണ് കൂടുതലുള്ളത്. ഡെബിറ്റ് സൈഡ് കൂടുതൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മളിത് കമ്മീഷൻ കൊടുത്താൽ നമ്മുടെ എക്സ്പെൻസ് ആണ്. XY നമ്മൾ ഡെബിറ്റ് സൈഡിലോട്ട് വന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് സ്റ്റോക്ക് അക്കൗണ്ട്. സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട്. സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടാണ് അസറ്റ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഒബ്വിയസ്ലി നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ഏത് സൈഡാണ്? നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിലാണ് ഇന്ന് ബാലൻസ് ചെയ്തിരിക്കുന്നത്. സോ ഡെബിറ്റ് സൈഡാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ നോക്കണം, ഇവിടെ ഡ്രോയിങ്സിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാപിറ്റലുമായിട്ട് റിലേറ്റഡ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എക്സ്പെൻസ് പോലെ തന്നെയാണ്. ഓണർക്ക് തിരിച്ച് പൈസ കൊടുത്തതാണ്. ബാലൻസ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡാണ്. 2000 ഓക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു ബാലൻസ് മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുക, ഓരോന്ന് ബാലൻസ് ചെയ്യുക. സോ നോക്കിക്കോ, എങ്ങനെയാണ് ഓരോന്നും ബാലൻസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് അക്കൗണ്ട് എടുക്കാം. ഫസ്റ്റ് ഏത് അക്കൗണ്ട്? നമുക്ക് ഓരോന്ന് ഇവർ ചെയ്ത പോലെ ആവണമെന്നില്ല. സോ നോക്കിക്കോ, ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ബാലൻസ് ചെയ്യണം. അവിടെ ബ്രോഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? 1 ലക്ഷം രൂപ ബാലൻസ്. അപ്പോൾ നോക്കിക്കോ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇവിടെ നോക്കിയാണ്. ഇവിടെ ക്യാപിറ്റൽ നേടി, നെയിം ഓഫ് ലെഡ്ജർ. പിന്നെ ഇവിടെ ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു ഇതൂടെ ഉണ്ടായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് അല്ല എല്ലാത്തിനും. പിന്നെ ഇവിടെ നമ്മുടെ ട്രയൽ ബാലൻസ് ആക്ട്. ഇവിടെ ആരുടെ ട്രയൽ ബാലൻസ് എന്നുള്ള ആരുടെയാണോ ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ABCD എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണെങ്കിൽ ABCD എന്ന് എഴുതുന്നത് ബെറ്റർ ആയിരിക്കും. എന്നിട്ട് നോക്കണം, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ്. ബാലൻസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എവിടെയായിരിക്കും? ഉണ്ടോ, ഇവിടെ ബാലൻസ് ചെയ്തത് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ്. മനസ്സിലായോ? ബാലൻസ് ചെയ്ത് ഡെബിറ്റ് ആണ്. ഇവിടെ ബാലൻസ് കൂടുതൽ, ബാലൻസ് ഏത് സൈഡിലാണ് കൂടുതലുള്ളത്? ക്രെഡിറ്റ് സൈഡിലാണോ ഡെബിറ്റ് സൈഡിലാണോ? പക്ഷെ ഇവിടെ കൂടുതൽ എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. സോ നമ്മൾ ക്യാപിറ്റലിൽ വന്നിട്ട് എവിടെയാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ.
അപ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തു 1,00,000. ഇനി അടുത്തൊരു അക്കൗണ്ട് എടുക്കുക. അടുത്ത ഏതാ? സെയിൽസ് അക്കൗണ്ട്. സെയിൽസിൽ നമ്മൾ എവിടെയാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്? കണ്ടോ, വേറെ ബാലൻസ് ചെയ്തിരിക്കുന്നത് ഡെബിറ്റ് സൈഡില്ല. പക്ഷെ ഇവിടെ ബാലൻസ് കൂടുതലുള്ള എവിടെയാണ്? ക്രെഡിറ്റിലെ കൂടുതലുണ്ടാവും. കാരണം സെയിൽസ് എന്ന ഇൻകം അക്കൗണ്ടാണ്. ഇൻകംസിന് എപ്പോഴും ക്രെഡിറ്റ് ഉണ്ടാവും. സോ നമ്മുടെ സെയിൽസ് അത് എത്രയാണ്? ബാലൻസിന് 70,000. അപ്പോൾ ഈ 70,000 എന്നുള്ള എമൗണ്ട് നമ്മൾ എഴുതേണ്ടത്. എവിടെ എഴുതും? നമ്മൾ ട്രയൽ ബാലൻസ് എടുക്കുന്നു, സെയിൽസ് വന്നിട്ട് എഴുതുന്നു, സെയിൽസ് 70,000. മനസ്സിലായോ? ഇനി അടുത്ത അക്കൗണ്ട് എടുക്കുന്നു. നെക്സ്റ്റ് അക്കൗണ്ട് ക്യാപിറ്റൽ എഴുതി എഴുതും. അടുത്ത പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് അക്കൗണ്ടാണ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എപ്പോഴും ഡെബിറ്റ് ഉണ്ടാവും. ആ ബാലൻസ് ചെയ്ത എമൗണ്ട് എത്ര? പർച്ചേസ് ചെയ്ത് ബാലൻസ് ചെയ്തത് ബാലൻസ് 80,000. 80,000. അപ്പോൾ നമ്മുടെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിലെഴുതും. ഏതിലും നമ്മുടെ ട്രയൽ ബാലൻസ് പർച്ചേസ് 80,000 ഡെബിറ്റ്. കാരണം എക്സ്പെൻസ് അക്കൗണ്ട്. കുറേ ഒരു അക്കൗണ്ടിൻ്റെയും ക്യാരക്ടറിനകത്ത് തന്നെ എന്ത് ചെയ്യും? നമുക്ക് അതിനെക്കുറിച്ച് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇതെവിടെ ഡെബിറ്റ് ചെയ്യണോ, ക്രെഡിറ്റ് ചെയ്യണോ, ബാലൻസ് ആണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് പർച്ചേസ് എഴുതി. ഇനി അടുത്താണ് വിക്രം അക്കൗണ്ട്. വിക്രം അക്കൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ബാലൻസ് ചെയ്ത് വിക്രം എന്ന് പറയുന്നത് നമ്മളേക്കൊന്ന് പർച്ചേസ് ചെയ്താണ്, നമ്മളേക്കൊന്ന് മേടിച്ചതാണ്, നമുക്ക് പൈസ തരാനുള്ള ആളാണ് വിക്രം. വിക്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അസറ്റ് ആണ്. അസറ്റ് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അത് എത്ര ബാലൻസ്? 46,000. ഓക്കെ. അപ്പോൾ 40 വിക്രം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എന്ത് ചെയ്ത് ട്രയൽ ബാലൻസിൽ വിക്രം 46,000 ഡെബിറ്റ് ആണ്. കാരണം പറയല്ല, ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ബാലൻസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കും. വിത്തൗട്ട് കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ബൈഹേർട്ട് ചെയ്യുന്നുണ്ട്. ബൈഹേർട്ട് ചെയ്തതിന് കോൺസെപ്റ്റ് ബൈഹേർട്ട് ചെയ്താൽ ഓക്കെ. സോ ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം? ഇനി അടുത്തത് പ്രയാണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. പ്രയാണിലേക്ക് നമ്മൾ മേടിച്ചത്, നമ്മൾ ഇങ്ങോട്ട് മേടിച്ചത്, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ് പ്രയാണ. ക്രെഡിറ്റ് പ്രയാണം എമൗണ്ട് എവിടെയാണ് ബാലൻസ് ചെയ്തത്? ഡെബിറ്റ് സൈഡിലെ ബാലൻസ് ചെയ്തത്. സോ പ്രയാണയ്ക്ക് എന്താണ് ആക്ച്വലി അപ്പോൾ കൂടുതലുള്ളത്? ക്രെഡിറ്റ് ആണ്. അപ്പോൾ പ്രയാണ അക്കൗണ്ട് 40,000. 40,000 അല്ല ഉണ്ടാവും. 40,000 ബാലൻസ് ചെയ്താണ്. എമൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ വന്നിട്ട് പ്രയാണ 40,000 ക്രെഡിറ്റ് ചെയ്യും. ഇനി റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇൻകം അക്കൗണ്ട് ഇവിടെ വില എത്ര ബാലൻസ് ചെയ്തത്? 1,500 ബാലൻസ് ചെയ്തത്. ഇൻകം ആകുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ്. റെന്റ് റിസീവ് അല്ല ഇപ്പം നമ്മൾ പറഞ്ഞ റെന്റ് റിസീവ് ഉണ്ട്. ഇവിടെ ഉണ്ട് 1,500. ഇവിടേക്ക് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞു. കമ്മീഷൻ ഉണ്ട്. കമ്മീഷൻ എന്താ? ഇവിടെ കമ്മീഷൻ നോക്കണം. നമ്മൾ എവിടെ ബാലൻസ് ചെയ്തത്? ക്രെഡിറ്റ് സൈഡാ അല്ലേ? അപ്പോൾ ഇതിന് എന്ത് ബാലൻസ് അല്ലേ? അതായത് ഇവിടെ കൂടുതലുള്ള ഏത് സൈഡാ? ഡെബിറ്റ് സൈഡാ. അപ്പോൾ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കമ്മീഷൻ കൊടുത്തതാണ്. കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടിയല്ല. കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡായിരുന്നു കൂടുതലുണ്ടായത്. പക്ഷെ അതിന്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. അതായത് നമുക്ക് കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടിയത്. സോ അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യാം. സോ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. നമ്മുടെ കമ്മീഷൻ 1,500 ഡെബിറ്റ് ചെയ്യും. അടുത്തൊരു അക്കൗണ്ടിലോട്ട് പോകാം. കമ്മീഷൻ കഴിഞ്ഞു, റെന്റ് കഴിഞ്ഞു, ബാങ്ക് നമ്മൾ പറഞ്ഞിട്ടില്ല. ബാങ്ക് പറയാം. സോ നോക്കണം ബാങ്ക് ഓക്കെ. ബാങ്കിലൊക്കെ 66,700 നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ചെയ്തത്. അതായത് 66,700 എവിടെ കൂടുതലാണെന്ന് അർത്ഥം? ഈ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴെ എഴുതി. ബാങ്ക് ക്യാഷ് അറ്റ് ബാങ്ക്. അതായത് ഇവർ കറക്റ്റ് ഓർഡറിലല്ല എഴുതിയിട്ടുള്ളത്. പക്ഷെ ഡോണ്ട് വറി, ഓർഡറിൽ എഴുതണമെന്ന് അങ്ങനെ നിർബന്ധമുണ്ട്.
ക്യാഷ് അറ്റ് ബാങ്ക് 66,700. ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ടൊന്ന് ക്രെഡിറ്റ് ബാലൻസ് വരാത്ത. ഇവിടെ ഡെബിറ്റ് ബാലൻസ് വരാനുള്ള കാരണം സാധാരണ ക്യാഷും ബാങ്കൊക്കെ എന്തായിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി സ്റ്റോക്ക് അക്കൗണ്ട്, കമ്മീഷൻ കഴിഞ്ഞ് ഈ സ്റ്റോക്ക് അക്കൗണ്ട്. എന്താ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ അവിടെയുള്ള സാധനങ്ങൾ ഉണ്ടാവും, അതാണ് സ്റ്റോക്ക് അക്കൗണ്ട്. അത് നമ്മൾ വർഷാവസാനം അല്ലെങ്കിൽ സാധാരണ വർഷാവസാനം നമ്മൾ എടുക്കാറ് എത്ര സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. സ്റ്റോക്ക് അസറ്റ് പോലെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്ത് നോക്കെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ബാലൻസ് ചെയ്ത്. സ്റ്റോക്ക് അക്കൗണ്ടിൽ എന്ത് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ്. സ്റ്റോക്ക് നമ്മൾ ഡെബിറ്റ് ഏതാടാ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. ലാസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ ചെലവാണ്. 2,000 ഇവിടെ ബാലൻസ് ചെയ്യുന്ന ഏത് സൈഡാ, ക്രെഡിറ്റ് സൈഡാണ്. സോ 2,000. ഇപ്പൊ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ. ഇതിനാണ് ബാലൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മുടെ ഇപ്പൊ എല്ലാത്തിന്റെ ബാലൻസ് എനിക്ക് ഒറ്റ നോക്കത്തത്. ക്യാപിറ്റൽ എത്ര ബാലൻസ് ഉണ്ട്, 1,00,000. സെയിൽസ് എത്ര ബാലൻസ് ഉണ്ട്, സെയിൽസിൽ 70,000. പർച്ചേസ് എത്ര ഉണ്ട്, 80,000. വിക്രം എത്ര തരാനുണ്ട്, 46,000. പ്രയാണക്ക് എത്ര കൊടുക്കാനുണ്ട്, 30,000. കമ്മീഷൻ എത്ര കിട്ടിയ വർഷം, 1,500. റെന്റ് റിസീവ്, റെന്റ് എത്ര കിട്ടി, 1,500. ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ ആ ഇയർ എൻഡ് എപ്പോഴാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, അന്ന് അവിടെ ആ ഗോഡൌണോ വാട്ടർ റേറ്റ് നമ്മുടെ ഷോപ്പിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, മനസ്സിലായി, അതാണ് പറയുന്നത്. അത് എത്ര ഉണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്, 15,000. ബാങ്കിൽ എത്ര രൂപ ഉണ്ട്, 66,700 ഉണ്ടോ. ഇപ്പൊ ദിവസം സമ്മറി പോലെ എനിക്ക് കിട്ടിയില്ലേ. എന്നിട്ട് ഞാൻ രണ്ട് സൈഡും ആഡ് ചെയ്യും. ഡെബിറ്റ് എല്ലാം ആഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടിയടാ, എത്ര രൂപ കിട്ടി. ഡെബിറ്റ് എല്ലാം ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് ആണ് 2,11,500. ക്രെഡിറ്റ് എല്ലാം ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, അതും 2,11,500. അപ്പൊ നോക്കണം, നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എവറി ട്രാൻസാക്ഷൻസ് ആൻഡ് ലെഡ്ജർ ആർ പ്രോപ്പർലി റെക്കോർഡഡ് ആൻഡ് പോസ്റ്റഡ് അക്കോർഡിംഗ്ലി. പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ in trial balance both the debit and credit balance are to be equal. അതെന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി സം എറേഴ്സ് സംഭവിക്കും, എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും അക്കൗണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടൊക്കെയാണ് ട്രയൽ ബാലൻസ് ചാലാണ്. അല്ലാത്ത ഇൻ എവറി കേസ് ട്രയൽ ബാലൻസ് ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ട്രയൽ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആവണം. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസ്. മനസ്സിലായോ. ഇനി ഇല്ലുസ്ട്രേഷൻ 2 ഉണ്ട് ഇവിടെ. ഇല്ലുസ്ട്രേഷൻ 2 ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാണ് എന്നുള്ളത്. ക്യാഷ് അക്കൗണ്ട് വന്നിട്ടുണ്ട്, ബാങ്ക് വന്നിട്ടുണ്ട്, ഫർണിച്ചർ വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, പിന്നെ പർച്ചേസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, സെയിൽസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, വികാസ് അക്കൗണ്ട്, രജനീത്, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫൈറ്റ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇടയ്ക്ക് ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ചിലവുണ്ടാവും. ഓക്കെ. പിന്നെ സാലറി അക്കൗണ്ട് ഉണ്ട്, റെന്റ് അക്കൗണ്ട് ഉണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഉണ്ട്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. ഇവരതിന്റെ ഉണ്ടോ, എന്തോ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ മെത്തേഡ് ഉണ്ടോ. ഇനി ടോട്ടൽ മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ, കമ്പൈൻഡ് മെത്തേഡ്. ഓക്കെ, ഇവിടെ ആക്ച്വലി രണ്ടും പറയുന്നുണ്ട്. സോ നോക്കിക്കോ, ടോട്ടൽ മെത്തേഡും ജസ്റ്റ് ഒരു ബ്രീഫ് സമ്മറി തരാം, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തു. നമുക്ക് ടോട്ടൽ മെത്തേഡിലുള്ള ഡിഫറൻസ് എന്താണ്, ക്യാഷ്. നമുക്ക് ആദ്യം ക്യാഷിലോട്ട് പോകാം. ക്യാഷ് എന്നാണ് ലെഡ്ജർ അവിടെ. ക്യാഷില് എത്ര നമുക്ക് ഡെബിറ്റിന്റെ ടോട്ടൽ ഉണ്ട്, ഇതല്ലടാ ഡെബിറ്റ് ടോട്ടൽ. ഡെബിറ്റിന്റെ എല്ലാ ടോട്ടലും എടുക്കാം. ഇവിടെ ഒരു 50,000, ഒരു 9,500 ഉണ്ട്, അതായത് 51,900, 59,900, 59,900. ഇതല്ല ഇവിടുത്തെ ടോട്ടൽ സമ്മ് ക്യാഷ്.
ഇവിടെ ക്രെഡിറ്റ് സൈഡ് കണ്ടോ, ഇത് ബാലൻസ് ചെയ്തിട്ടില്ല ആക്ച്വലി, ഇതിലുള്ള ബാലൻസ് ചെയ്തിട്ടില്ല. സോ നമ്മുടെ ഇവിടെ എത്ര ഉണ്ട് ടോട്ടല്? 45,600. അതല്ല ഇവിടുത്തെ ടോട്ടൽ. അപ്പൊ അത് അങ്ങനെയാണ് എഴുതിയിട്ടുണ്ട്. ട്രയൽ ബാലൻസിലൊക്കെ ഉണ്ടോ, ഡെബിറ്റ് ബാലൻസ് എഴുതി, ക്രെഡിറ്റ് ബാലൻസ്. ഈ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്തുണ്ടോ, രണ്ട് സൈഡ് എപ്പോഴും നോക്കും. കാരണം എന്താ വെച്ചാൽ ഡെബിറ്റ് ബാലൻസ് വന്നാൽ സീറോ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ബാങ്ക് വഴി തന്നെ ഉണ്ടോ, ഡെബിറ്റില് 56, 48. അതിന് ജസ്റ്റ് ടോട്ടൽ എടുത്ത് എഴുതിയിട്ടുള്ളൂ. തരാം. ഇവിടെ ബാങ്ക് 56,000 ഇവിടെ ഉണ്ട്, 48,000 ഇവിടെ. ജസ്റ്റ് ട്രയൽ ബാലൻസിലോട്ട് എടുത്ത് എഴുതി. ട്രയൽ ബാലൻസിലോട്ട് എടുത്തത്. ഫർണിച്ചറും അങ്ങനെ എഴുതി. ക്യാപിറ്റൽ ഉണ്ടോ, സീറോ. ക്യാപിറ്റൽ എപ്പോഴും ഡെബിറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം ക്യാപിറ്റൽ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രെഡിറ്റ് മാത്രമേ 10,000. മറ്റോടത്ത് സീറോ ആണ് ഫർണിച്ചറിൽ. പർച്ചേസിൽ നോക്കാം 35,000 ഡെബിറ്റ് ഉണ്ട്, സീറോ. ക്രെഡിറ്റിൽ ഒന്നുമില്ല. ഇല്ലെങ്കിൽ സീറോ നോട്ടാൽ മതി, അല്ലെങ്കിൽ അവിടെ ഒരു ഹൈഫോണൊക്കെ എടുക്കും. ഇനി നോക്കടാ, സെയിൽസ് 30,000. അവിടെയും ഡെബിറ്റ് ബാലൻസ് ഇല്ല, ക്രെഡിറ്റ്. എന്താണ് അവിടെ ലെഡ്ജറിലുള്ളത് അതുപോലെ ടോട്ടൽ ചെയ്തിട്ട് എഴുതിയാൽ മതി. ഗ്യാസ് 12, 15, രജനീത് 14, 10,000. അവിടെ ഡെബിറ്റ് ആഡ് ചെയ്യുക, ക്രെഡിറ്റ് ആഡ് ചെയ്യുക. ഡെബിറ്റ് എവിടെയാണെന്ന് അറിയാലോ, നമ്മുടെ റൈറ്റ് സൈഡിലുള്ളതാണ് എന്ത്, അല്ല നമ്മുടെ റൈറ്റ് സൈഡിലാണ് ക്രെഡിറ്റ്, നമ്മുടെ ഡെബിറ്റ് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഡെബിറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ആഡ് ചെയ്യുക, അതേ ഓർഡർ. ഇവിടെയുണ്ട് ആദ്യം ഡെബിറ്റ്. നമ്മൾ ആദ്യം ഇവിടുന്ന് എഴുതുമ്പോൾ ആദ്യം ഡെബിറ്റ് അല്ലേ, അപ്പൊ ആദ്യം ഇവിടും ഡെബിറ്റ് തന്നെയാണ്, ഇവിടെയും ക്രെഡിറ്റ് തന്നെയാണ്. സോ അതേ ഓർഡറിൽ കണ്ടിന്യൂ. സോ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ആഡ് ചെയ്യുക, ജസ്റ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൈറ്റ് നോക്കേ, എന്ത് മാത്രമേ ഉള്ളൂ, ഡെബിറ്റ് സൈഡുള്ളൂ, ക്രെഡിറ്റ് സൈഡിലൊന്നുമില്ല. നമ്മുടെ 0 എന്ന് എഴുതി പോയാൽ മതി. സാലറി ഒക്കെ എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് മാത്രം വരുന്നത്, ക്രെഡിറ്റ് ഉണ്ടാവില്ല. എക്സ്പെൻസ് ചില കേസസിലൊക്കെ ചിലപ്പോൾ റിട്ടേൺ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, ക്രെഡിറ്റ് വരും. മനസ്സിലാവും, റിട്ടേൺ ആയി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും റിട്ടേൺ. പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, പക്ഷേ പർച്ചേസ് റിട്ടേൺ നമ്മൾ ക്രെഡിറ്റ്. സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, സെയിൽസ് റിട്ടേൺ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്ന. സാലറി റെന്റ് 2,500 ഉണ്ട്, സാലറി 3,000 ഉണ്ട്, ഡ്രോയിങ്സ് 4,000. ഡ്രോയിങ്സ് എക്സ്പെൻസ് ആണ് മുതലാളിക്ക് കൊടുക്കുന്നത്. ഡിസ്കൗണ്ട് ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്, ഡിസ്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് ആയിരിക്കും. നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എ ഇൻകം. അപ്പൊ നോക്കിയേ, അതിന്റെ രണ്ട് സം ഇടും. അപ്പോഴാണ് ഡെബിറ്റ് ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ്. ഇനി അടുത്തതാണ് കമ്പൈൻഡ്. കമ്പൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടോട്ടൽ മെത്തേഡും പഠിച്ചു, ബാലൻസിങ് മെത്തേഡും പഠിച്ചു. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യും. ഫസ്റ്റ് ക്യാഷിൽ നമ്മൾ കണ്ടു. ടോട്ടൽ മെത്തേഡിൽ നമ്മൾ ക്യാഷ് എത്ര, ഡെബിറ്റ് സൈഡിൽ എത്ര ഉണ്ട്, 59,900. അതിന്റെ ക്രെഡിറ്റ് സൈഡ് ഇത് ശരിക്കും ഇവിടെ ടോട്ടൽ ബാലൻസ് എമൗണ്ട്. ഇത് ആക്ച്വലി ഇത് വരച്ചതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇതിൽ ലിറ്റിൽ പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഇത് ശരിക്കും ഡെബിറ്റ് ആണ്. ടോട്ടലില് ഇത് ടോട്ടൽ മെത്തേഡാണ്. ഇതേത് മെത്തേഡാണ്, രണ്ടും ഒരുമിച്ച് എഴുതിയുള്ളൂ. ഇത് ടോട്ടൽ മെത്തേഡ്. ഇത് ടോട്ടൽ മെത്തേഡിന്റെ ഡെബിറ്റ് സൈഡാണിത്. ഇത് ടോട്ടൽ മെത്തേഡിന്റെ ക്രെഡിറ്റ് സൈഡാണ്. ആക്ച്വലി ഇതാണ്. ഇത് ഏത് മെത്തേഡാ, ബാലൻസ് മെത്തേഡാണ്. അതിന്റെ ഡെബിറ്റ് ആണത്, ക്രെഡിറ്റ് ആണ്. അപ്പൊ നോക്കിക്കോ, ക്യാഷില് ഡെബിറ്റിന്റെ സൈഡ് എത്ര ടോട്ടൽ ഉണ്ട്, 59,900. ക്രെഡിറ്റിന്റെ സൈഡ് എത്ര ഉണ്ട്, 45,600. അതായത് ക്യാഷ് വന്നത് 59,900, ക്യാഷ് പോയത് എത്രയാണ്, 45,600. സോ അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ഉള്ളത്. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ബാലൻസ്. നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ നോക്കാം. 59,900 അല്ലെ, അതല്ല ഡെബിറ്റ് മൈനസ് ക്രെഡിറ്റ് എത്ര, 45,600 ഉണ്ടോ. അത് തമ്മിലൊക്കെ ചെയ്യുമ്പോൾ 14,300 കിട്ടും. അപ്പൊ ഏത് സൈഡാണ് ഇവിടെ കൂടുതലുള്ളത്, ഏത് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡല്ലേ കൂടുതൽ. അതാ ഡെബിറ്റ് എമൗണ്ട് 14,300 എഴുതി. ഇവിടെ അവിടെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ബാലൻസ് ചെയ്യും. ഓരോ ലെഡ്ജറും പോയിട്ട് ബാലൻസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ തന്നെ ബാലൻസ് ചെയ്താൽ മതി. അതായത് ഇവിടെ നോക്കണം, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഏത് തമ്മിലുള്ള, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത്. ഉണ്ടോ, ഇവിടെ ഡിഫറൻസ് ഏത് സൈഡിലാണ് കൂടുതൽ, ഇവിടെ ഡെബിറ്റ് സൈഡിൽ കൂടുതലാണ് ഡെബിറ്റ്. ഇനി അടുത്തത് എന്താ, ബാങ്കിലും തന്നെ 56, 48. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത്. ഫർണിച്ചർ 12,000, ഇവിടെ 12,000 ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ക്യാപിറ്റൽ 50, 50 ഉണ്ടോ.
പർച്ചേസ് 35,000 അവിടെ ഒന്നും ഡെബിറ്റ് ഇല്ല. പിന്നെ സെയിൽസ് 30,000 ഗ്യാസ് 12,000 15,000 ഉണ്ട്. അപ്പോൾ അവിടെ തമ്മിൽ ഡിഫറൻസ് 3000. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഇവിടെ ക്രെഡിറ്റ് സൈഡല്ലേ കൂടുതൽ, ഇവിടെ ക്രെഡിറ്റ് അല്ല വരിക. ഇവിടെ കൂടുതൽ അവിടെയാണ് എമൗണ്ട് വരിക. ഇനി നമ്മുടെ രഞ്ജീതു 44 വരെ 4,000 ഡെബിറ്റ്, 200 സാലറി 3,000 റെന്റ് 2,400 ഡ്രോയിങ്സ് 4,000 ഡിസ്കൗണ്ട്. രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് ഡിഫറെന്റ് എമൗണ്ട് ആണ്, പക്ഷെ ടോട്ടലിന്റെ മെത്തേഡും ഡെബിറ്റിന്റെ മെത്തേഡും സെയിം ആണ്. എമൗണ്ട് ടാലി ആയിരിക്കും. ഓക്കെ, എമൗണ്ട് ടാലി ആവും. ടാലിയാന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആവും. ഇതാണ് എൻ്റെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 3 മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ബാലൻസ് മെത്തേഡ്, അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഏതായിരുന്നു? ടോട്ടൽ മെത്തേഡ്. ടോട്ടൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ റയർലി ആണ്. ആണെങ്കിൽ നമുക്ക് രണ്ടും കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഏത് മെത്തേഡാണെന്നുണ്ടെങ്കിലും രണ്ട് സൈഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ടാലി ആവുക. ഓക്കെ, ഇനി ട്രയൽ ബാലൻസ് ആൻഡ് എറേഴ്സ് ആണ്. ട്രയൽ ബാലൻസിന് എന്തൊക്കെ എറേഴ്സ്, എന്തെല്ലാം തെറ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലോട്ട് കിടക്കുന്നത്. സോ ഈ ഒരു ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസ് ആൻഡ് എറേഴ്സ്. എന്തെല്ലാം ട്രയൽ ബാലൻസിൽ എറേഴ്സ്? ഒന്നെന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് സംടൈം ചിലപ്പോൾ നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് ടാലി ആവും. അപ്പോൾ നമ്മളെല്ലാത്തിലും ടാലി ചെയ്താൽ ടാലി ആവുക മീൻസ് അതിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അക്കൗണ്ടിങ് റൂൾ പ്രകാരം ടാലി ആവും. നമ്മൾ ചെയ്തത് കൃത്യമാണെന്നുണ്ടെങ്കിൽ ടാലി ആവും ചെയ്യും. പക്ഷേ ചില കേസസിൽ ടാലി ആവും. അത് എന്തുകൊണ്ടൊക്കെയാണ്? അപ്പൊ അതിന് അർത്ഥം എന്താണ്? ടാലി ആയിട്ടില്ലെങ്കിൽ അതിന്റെ മീൻസ് എന്തോ തെറ്റ് സംഭവിക്കും. ചിലപ്പോൾ നമ്മൾ 100 ഉള്ളിടത്ത് 1000 കൊണ്ട് എഴുതിയ തെറ്റായില്ലേ? ഡെബിറ്റ് എഴുതുന്നിടത്ത് ക്രെഡിറ്റ് എഴുതിയ തെറ്റായില്ലേ? ചിലപ്പോൾ എടുക്കാൻ വിട്ടുപോയി, ഒരു പർച്ചേസ് നടന്നു പക്ഷെ നമുക്ക് അറിയില്ല, പർച്ചേസ് വിട്ടുപോയി. അതൊക്കെ എഫക്ട് ചെയ്യും എന്തായാലും, മനസ്സിലായോ? ഒരു തെറ്റ് പോലും, ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും അക്കൗണ്ടിങ്ങിനെ ടോട്ടലായിട്ട് എഫക്ട്. സോ അപ്പൊ എങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിങ് വരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്? ഒന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ എറേഴ്സ് വരാം. അതായത് കൂട്ടുമ്പോൾ തെറ്റാം, കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ തെറ്റാം, ആഡ് ചെയ്യുമ്പോൾ തെറ്റാം, ബാലൻസ് ചെയ്യുമ്പോൾ തെറ്റാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് എറേഴ്സ് വരാനുള്ള ചാൻസസ്? താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഒന്ന് പറയുന്നത് ടോട്ടൽ സ്പെഷ്യൽ പേർപ്പസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, അതൊക്കെ നോട്ട് ഡൺ കറക്റ്റ്ലി, ദർ ഫോർ സം മിസ്റ്റേക്ക്. അതിനെ പിന്നെ ഏതെങ്കിലും ഒരു ലെഡ്ജറിൽ കറക്റ്റായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, അത് എററിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, ദ ഐറ്റംസ് ഡിഫറെന്റ് സ്പെഷ്യൽ ജേർണൽ എൻട്രി പ്രോസസ് റോങ് സൈഡ്. സൈഡൊക്കെ മാറിപ്പോവാടാ. ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡ് ആവും, ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് ഒക്കെ ആയിട്ട് എന്തായിട്ട് മാറും. അതൊക്കെ നമ്മുടെ ട്രയൽ ബാലൻസിന് ടാലി ആവും. ഓക്കെ, അതുപോലെ തന്നെ ദ ബാലൻസ് ഓഫ് അക്കൗണ്ട് ഈസ് ഡൺ കറക്റ്റ്ലി. ബാലൻസ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല, കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. അതും എന്തിലോട്ട് ലീഡ് ചെയ്യാം? ഒരു എററിലോട്ട് ലീഡ് ചെയ്യും. There are maybe mistake in carrying balance of ledger account to trial balance. നമ്മൾ ബാലൻസ് ടാലി ചെയ്യുമ്പോൾ അത് ഏതിലോട്ട് ലീഡ് ചെയ്യാം? എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കാനുള്ള ചാൻസ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താവാം ഒരു ട്രയൽ ബാലൻസ് എന്തായി വരാം? ഇതിലൊക്കെ മിസ്റ്റേക്ക് കടന്നു. അങ്ങനെ ഇനി ഒന്ന് മിസ്റ്റേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ. സോ കം ടു ദ പോയിന്റ്. സോ നോക്കിക്കോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ് ട്രയൽ ബാലൻസ് ആൻഡ് സസ്പെൻസ് അക്കൗണ്ട്. അതായത് നമ്മൾ ഇതിനൊക്കെ താൽക്കാലികം, നമുക്ക് പിന്നീട് നമ്മളിത് ക്ലിയർ ചെയ്യും. അപ്പോൾ ആണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിലോട്ട് ആ ഡിഫറൻസ് എമൗണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, സപ്പോസ് കറോ ഡസ് നോട്ട് എഗ്രി, നമ്മൾ ബാലൻസ് എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് എഗ്രി എന്ന് പറയുന്നതുകൊണ്ട് ടാലി ആയില്ല എന്ന് വിചാരിക്കും. ദർ ഈസ് എ ഡിഫറൻസ് ഓഫ് എമൗണ്ട് ദാറ്റ് സെവൻ കോളം ഈസ് ടാലി. വാട്ട് ഈസ് ഇത്? നമ്മൾ എന്താണ് ഡിഫറൻസ് ചെയ്യുക? ആ ഡിഫറൻസ് എന്ന് പറയുന്നത് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺഡ് വിത്ത് എ ഡിഫറൻസ് എമൗണ്ട് പുട്ടിങ് ദിസ് അക്കൗണ്ട്. നമ്മളൊരു സസ്പെൻസ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അതിലോട്ട് ആ ഡിഫറൻസ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇടും. ഓക്കെ, അത് എന്നിട്ട് പിന്നീട് നമ്മൾ എറർ എന്താണ്, ഫോർ എക്സാമ്പിൾ ടോട്ടൽ കോളം എക്സീഡ് 500, ദ എമൗണ്ട് വിൽ ബി 500 രൂപയാണ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ 500 രൂപ കൂടുതലാണ്. അങ്ങനെ സസ്പെൻസ് അക്കൗണ്ട് 500 ഡെബിറ്റ് സൈഡിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ടാലി ആവില്ല. ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ട്? അപ്പൊ നമുക്കൊരു ഇല്ലസ്ട്രേഷൻ 3. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഈ ഒരു എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ചിലപ്പോൾ നമുക്ക് എറർ തപ്പിക്കൊല്ലും. നമുക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ടാലി ആക്കി നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ നമുക്ക് റീചെക്ക് ചെയ്യുകയാണെങ്കിൽ പറ്റും. പക്ഷെ നമ്മൾ വലിയ അക്കൗണ്ടിങ് ഒക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് റീചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറേ ട്രാൻസാക്ഷൻസ് പേഴ്സൺ ആൻഡ് പേഴ്സൺ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇതിലായിരുന്നു നോട്ട് പോസിബിൾ. സോ ദാറ്റ് ടൈം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളിപ്പോൾ താൽക്കാലിക എക്സ്പെൻസ് അക്കൗണ്ടിലിടും. എന്നിട്ട് നമുക്കിത് പിന്നീട് നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോഴൊക്കെ പിന്നീട് കാണും. അപ്പോൾ ഈ സസ്പെൻസ് അക്കൗണ്ടായിട്ട് കറക്റ്റ് ചെയ്ത് പിന്നീട് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ജസ്റ്റ് ഇല്ലുസ്ട്രേഷൻ 3 ജസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ട്രയൽ ബാലൻസ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിത് ബാലൻസിങ് മെത്തേഡ് വഴി ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. പക്ഷേ ഇപ്പോൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയാൽ നോക്കണം, ഇവിടെ ഈ സസ്പെൻസ് അക്കൗണ്ട് ഇല്ലാതെ വിചാരിക്കും. അപ്പോൾ നമ്മുടെ സസ്പെൻസ് അക്കൗണ്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഈ സസ്പെൻസ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്യും. ഈ സസ്പെൻസ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇവിടെ 1800 കൂടുതലാണ്. ഇവിടെ നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ 1800 കൂടുതലാണ്. അതായത് ഇവിടെ എനിക്ക് കൂട്ടിയപ്പോൾ 1,00,000 കിട്ടി. പക്ഷെ ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പോൾ, ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ചെയ്തപ്പോൾ എനിക്ക് 98,200 രൂപയാണ് വന്നത്. 98,000 ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് സൈഡ് 1,00,000 കിട്ടി. പക്ഷേ അപ്പോൾ നോക്കണം, ഇങ്ങനെ ഡിഫറൻസ് വരാൻ പറ്റും. ഒരാൾക്ക് 1,00,000, ഒരാൾക്ക് 98,200 പറ്റില്ല. അവിടെ എത്രയുടെ ഡിഫറൻസ് ഉണ്ട്? 1,800 ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറൻസസ് ഒരിക്കലും ട്രയൽ ബാലൻസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വേറൊരു അക്കൗണ്ട് തുറക്കും. ഒരു ലെഡ്ജർ അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. ആ സസ്പെൻസ് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്തു, 1,800 ഇട്ടിട്ട് നമ്മളത് ടാലി ആക്കി. മനസ്സിലായി? ഇപ്പോൾ ടാലി ആക്കി. എന്നിട്ട് നമ്മളിവിടെ എറർ ഫൈൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആ കാര്യങ്ങളാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത്. 1,500 ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലായിരിക്കും സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോഴാണ് അത് ടാലി. ഓക്കെ ആണോ? യെസ്. ഇനി ഇല്ലുസ്ട്രേഷൻ 4 നിങ്ങളൊന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യും. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ താഴെ പറയുന്ന അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 4 നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അതായിട്ട് നമുക്ക് ഓക്കെ.